ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ റിവർ മാപ്പ് റിവിഷൻ സീരീസ് ആണ്. റിവർ സിസ്റ്റംസ് റിവൈസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ബേസിക് റിവർ സ്റ്റഡി ഗൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒറിജിൻ, ലെങ്ത് ആൻഡ് മൗത്ത് ഓഫ് ദ റിവർ, സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് മെയിൻ ഡിസ്ട്രിക്ട്സ്, ഇമ്പോർട്ടൻറ്റ് ഡാംസ്, ഇമ്പോർട്ടൻറ്റ് ട്രിബ്യൂട്ടറീസ്, ഇമ്പോർട്ടൻറ്റ് സിറ്റീസ്, ഇമ്പോർട്ടൻറ്റ് കൺസർവേഷൻ ഏരിയാസ്, ഇമ്പോർട്ടൻറ്റ് കോൺഫ്ലുവൻസസ്, ഇമ്പോർട്ടൻറ്റ് ലേക്സ്, ഇമ്പോർട്ടൻറ്റ് വാട്ടർവേസ് ഇഫ് എനി, വെജിറ്റേഷൻ ഓർ ഫോറസ്റ്റ് ടൈപ്പ്. റിവിഷന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഗൂഗിൾ എർത്താണ്. നിങ്ങളുടെ പണി സിമ്പിളാണ്, നന്നായി ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് തുടങ്ങാം. ഗംഗ റിവർ സിസ്റ്റം ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിവർ സിസ്റ്റത്തിൽ ഒന്നാണ്. അതിൻ്റെ മെയിൻ ഹെഡ് സ്ട്രീംസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ് ഭഗീരഥി റിവർ. ഭഗീരഥി ഒറിജിനേറ്റ് ചെയ്യുന്നത് ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയനായ ഗംഗോത്രി ഗ്ലേസിയറിൽ നിന്നാണ്. ഗ്ലേസിയറിൻ്റെ സ്നൗട്ടായ ഗോമുക്കാണ് എക്സാക്ട് ലൊക്കേഷൻ. ദ ലെങ്ത് ഓഫ് ദ റിവർ 205 കിലോമീറ്റേഴ്സ്. അവിടെ നിന്ന് ഭഗീരഥിയായിട്ട് ഒഴുകി തുടങ്ങുന്നു. റിവർ എൻറ്റയർലി ഫ്ലോ ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലാണ്. ഉത്തരാഖണ്ഡ് ഹിമാലയാസിനെ ജനറലി 2 റീജിയനായി ഡിവൈഡ് ചെയ്യുന്നു: ഗഡ്വാൾ ഹിമാലയാസ് ആൻഡ് കുമാവോൺ ഹിമാലയാസ്. ഭഗീരഥി മെയിൻലി ഗഡ്വാൾ ഹിമാലയാസിലാണ് ഫ്ലോ ചെയ്യുന്നത്. ഡിസ്ട്രിക്ട്സ് ഫ്ലോയിങ് ഉത്തർകാശി, തെഹരി. ഭഗീരഥിയുടെ ബാങ്ക്സിലുള്ള ഇമ്പോർട്ടൻറ്റ് ടൗൺസ്: ഗംഗോത്രി, ഹർഷിൽ, ഉത്തർകാശി, ന്യൂ തെഹരി. ഭഗീരഥി റിവറിലുള്ള ഇമ്പോർട്ടൻറ്റ് ഡാംസ് ഇവയൊക്കെയാണ്: ഉത്തർകാശി ഡിസ്ട്രിക്റ്റിലുള്ള മനേരി ഡാം, തെഹരി ഡിസ്ട്രിക്റ്റിലുള്ള തെഹരി ഡാം. തെഹരി ഡാം ബിൽഡ് ചെയ്തിരിക്കുന്നത് ഭഗീരഥിയിലാണ്, പക്ഷേ ഭഗീരഥിയുടെ വേറൊരു ട്രിബ്യൂട്ടറി ആയ ബിലംഗനെയും ഇവിടെ ജോയിൻ ചെയ്യുന്നു. പിന്നെയുള്ളത് കോട്ടേശ്വർ ഡാം. അത് തെഹരി ഡാമിൻ്റെ ഡൗൺ സ്ട്രീമിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഭഗീരഥിയുടെ 3 ഇമ്പോർട്ടൻറ്റ് ട്രിബ്യൂട്ടറീസ്: 1. കേഡാർ ഗംഗ, 2. ജാട്ട് ഗംഗ, and 3. the most important tributary, ബിലംഗന റിവർ. ഭഗീരഥിയുടെ റിവർ ബേസിനിലാണ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് കൺസർവേഷൻ ഏരിയ ആയിട്ടുള്ള ഗംഗോത്രി നാഷണൽ പാർക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഭഗീരഥി റിവറിൻ്റെ അടുത്തുള്ള ഇമ്പോർട്ടൻറ്റ് ലേക്സ്: കേദാർ താൽ. ഭഗീരഥിയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺഫ്ലുവൻസ് ദേവപ്രയാഗ്. ഈ കോൺഫ്ലുവൻസിൽ വെച്ചാണ് അളകനന്ദയും ഭഗീരഥിയും ചേർന്നൊഴുകി ഗംഗയായിട്ട് ഒറിജിനേറ്റ് ചെയ്ത് ഒഴുകുന്നത്. ഭഗീരഥിയുടെ റിവർ മൗത്ത് വരുന്നതും ദേവപ്രയാഗിൽ തന്നെയാണ്. ഇവിടെ വെച്ചാണ് ഭഗീരഥി കംപ്ലീറ്റ്ലി അളകനന്ദയുമായി ഒരുമിച്ച് ചേർന്ന് ഗംഗയായിട്ട് വരുന്നത്. Important vegetation: bughyals, high altitude alpine meadows. Next video, Alagananda River. Thank you for watching. Enjoy learning.